ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് ഏറെ ഗൗരവമുള്ളൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഒരു ഉമ്മ അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ അവർ ജീവിക്കാനായിട്ട് പോയി. അവസാനം ആ ജീവിതം എന്തോ മടുപ്പ് തോന്നിയത് കൊണ്ടോ എന്ന് എനിക്കറിയില്ല, സ്വന്തം മക്കളെ പോലും കോടതിയിൽ നിന്ന് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പോയ ഒരു അമ്മയായിരുന്നു അത്. അപ്പോൾ അവരെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു അത് ഒരുപാട് വർഷം മുന്നേ ഉള്ളതാണ്, എത്രയോ കാലം പഴക്കമുള്ളതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള വീഡിയോ ഇന്നും ഈ ഒരു നിമിഷം വരെയും സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് അത് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ തെണ്ടിത്തരങ്ങളും വീണ്ടും ഓരോ ആളുകളിലേക്ക് ബോധവാന്മാരാക്കാൻ വേണ്ടി ആ വീഡിയോ എല്ലാവരിലേക്കും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും, ഓരോ അവിഹിതം തുടങ്ങുമ്പോഴും ചിന്തിക്കുക, അത് ഒരു കാലത്തും മാറിപ്പോവില്ല. അതൊരു കാലത്ത് അതായത് ഈ അവിഹിതത്തിൽ പോയ ആളുകൾ കാമുകൻ്റെ ഒപ്പം പോയിട്ട് അവസാനം കാമുകനുമായി പിരിഞ്ഞാലും ഫാമിലിയായിട്ട് ചേർന്നിരുന്നാലും അല്ലെങ്കിൽ പിന്നീട് എന്ത് സംഭവിച്ചാലും ഈ ഒരു വീഡിയോ കറങ്ങിക്കൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയയിൽ അത് ഡിലീറ്റ് ആയി പോവില്ല എന്നതാണ് യഥാർത്ഥ ഒരു സത്യം എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തിച്ചത്. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ അവിഹിത ബന്ധം പുലർത്തി സ്വന്തം മക്കളെ പോലും മനസാക്ഷിയില്ലാതെ വലിച്ചെറിഞ്ഞു പോയ ഓരോ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഇതൊരു എന്താ പറയുക, ഇതൊരു വാർണിംഗ് വീഡിയോ ആയിട്ട് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു റമദാൻ മാസത്തിലെ പുണ്യമാക്കപ്പെട്ട ഈ ഒരു മാസം ഓരോ ആളുകളും വ്രതശുദ്ധിയോടുകൂടി പോകുന്ന ഈ ഒരു സമയത്ത് ഭർത്താവുമായി നല്ല രീതിയിൽ പോവുകയും ഖത്തറിലോ അങ്ങനെ അവിടെ എവിടെയോ ആയിരുന്നു ഈ ആഷിത എന്ന് പറയുന്ന അവരും അവരുടെ ഭർത്താവും. വിദേശത്താണ് ആഷിതയുടെ ഭർത്താവിന് ജോലി. അപ്പോൾ അവരൊരുമിച്ച് ഇരുന്നിട്ട് അവസാനം പെരുന്നാൾ കൂടാനായിട്ട് ആഷിതയും മക്കളും കൂടെ നാട്ടിലേക്ക് വന്നു. ഭർത്താവ് പിന്നെ വരാന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം വരാഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. കറക്റ്റായിട്ട് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ വീഡിയോ കണ്ടതിൽ 3 മക്കളാണ് ആഷിതയ്ക്ക്. അതിൽ 2 കുട്ടികളെ, അതായത് 9ഉം 6 വയസ്സോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 കുഞ്ഞു മക്കളെയും എടുത്തുകൊണ്ട് ഈ ആഷിത തൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട്, അതോ പെരുന്നാളിൻ്റെ അന്ന് തലേ ദിവസം ഈ ആഷിത പോവുകയാണ്. എങ്ങോട്ട് പോയി, എവിടേക്ക് പോയി, ആരാണ് ഇതിൻ്റെ പിന്നിൽ, ആരുടെ കൂടെ പോയി എന്ന് ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ഉയരുന്നുണ്ട്. അതേ ചോദ്യം തന്നെ എനിക്കും ചോദിക്കാനുള്ളത്, എന്തിനു വേണ്ടി പോയി, ആർക്ക് വേണ്ടി പോയി? മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഈ ആഷിത എന്ന് പറഞ്ഞ ഈ സ്ത്രീ എങ്ങോട്ട് പോയി എന്നത് തന്നെയാണ് എൻ്റെയും ചോദ്യം. അത് മാത്രമല്ല, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. എന്താണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. നാദാപുരത്തു നിന്നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 9ഉം 5ഉം വയസ്സുള്ള കുട്ടികളാണ്. യശൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ CCTV ദൃശ്യത്തിലാണ് ഈ ആഷിത എവിടെയാണ് ഉള്ളതെന്ന് ഒരു ചെറിയൊരു ക്ലൂ എങ്കിലും കിട്ടിയത്. അതായത് ഡൽഹിയിലേക്കാണ് ഇവർ പോയിരിക്കുന്നത്. അവിടുത്തെ CCTVയിലും ഇവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു, ആരാണ് ഇവരുടെ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൽ ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുകയാണ്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ പൊയ്ക്കോട്ടെ എന്ന് മൊഴിച്ചൊല്ലാന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെറുതെ പറയാം, അവനവൻ്റെ കുടുംബത്തിൽ വരുമ്പോഴേ ഈ വേദന എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ആഷിത പോയത് എന്നറിയില്ല. കുടുംബ വഴക്കാണെന്ന് പറയുന്നു, എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യത്തെ റിപ്പോർട്ടർ ചാനലോ അങ്ങനെ ഏതൊരു ചാനലിൽ വന്നത് കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ഒരു പ്രശ്നമോ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളാണ്. ഇന്ന് എന്താ പറയുക, നിയമങ്ങളുണ്ട് അല്ലേ? പക്ഷെ സ്വന്തം വീട്ടുകാരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടും ആദിപ്പെടുത്തിക്കൊണ്ടും ഒരു നല്ലൊരു ദിവസമായിട്ട് അവർക്കൊരു സമാധാനമായിട്ട് ആ പെരുന്നാൾ കൂടാൻ കഴിഞ്ഞിട്ടുണ്ടാവുമോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ പോയതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും
ചെറിയൊരു പ്രായം തന്നെയാണ്, എന്നെക്കാട്ടിയൊക്കെ താഴെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്താണ് കാരണം എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തിലെങ്കിലും തെറ്റുകളിലേക്ക് ചെന്ന് ചാടുന്നതിന് മുന്നേ അവരെ കണ്ടെത്തുക, അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ഓപ്പണായി സംസാരിച്ച് എന്ത് പ്രശ്നമാണെങ്കിലും അത് സോൾവ് ആക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ വെറും 12,500 രൂപ മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ദിവസം തന്നെ അവർ ആ 10,000 രൂപ പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് 1,500 രൂപയും കൂടി അവർ പിൻവലിച്ചതായിട്ട് കാണപ്പെട്ടു. ഫോൺ എടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു ട്വിസ്റ്റ്. ഫോണും എടുത്തില്ല. ഇനി ആരെങ്കിലും പാഠം പഠിപ്പിക്കണം, എന്നെ വേദനിപ്പിച്ചതല്ലേ, നിങ്ങൾ ഇനി ഇന്ന് പെരുന്നാൾ ഉണ്ണണ്ടെന്ന് വിചാരിച്ചിട്ട് ആഷിത പോയതാണോന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു രീതിയിലുള്ള ബന്ധം അതെനിക്കൊരിക്കലും ഇവിടെ സംസാരിക്കാൻ കഴിയില്ല. കാരണം ഒന്നും അറിയാതെ നമ്മൾ ഒരു കാര്യവും ഷെയർ ചെയ്യാൻ പാടില്ല. പല ആളുകളും പല രീതിയിൽ പല ഗോസിപ്പുകളും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളെക്കുറിച്ച് ചർച്ചയാക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ് ആഷിത. അതുകൊണ്ട് തിരിച്ചു വരിക, മക്കൾക്ക് വേണമെങ്കിൽ തിരിച്ചു വരിക. മൂത്ത മകനെ ഇവിടെ വീട്ടിലാക്കിയിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ അവരെ തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.